മലപ്പുറത്ത് നിപ രോഗലക്ഷണങ്ങൾ കാണിച്ച 6 പേർക്കും നെഗറ്റീവ്. സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിലാണ് ഫലം നെഗറ്റീവായത്. രോഗിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരിൽ 45 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ച രോഗിയുടെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. നിപ വൈറസ് സ്ഥിരീകരിച്ച വളാഞ്ചേരി സ്വദേശിയായ 42-കാരി വീട്ടിൽ നിന്ന് അധികം പുറത്തു പോകാത്ത വ്യക്തിയായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. റൂട്ട് മാപ്പ് പ്രകാരം ഏപ്രിൽ 25-നാണ് 42 വയസ്സുള്ള സ്ത്രീക്ക് പനി തുടങ്ങിയത്. 26-ന് വളാഞ്ചേരിയിലെ ക്ലിനിക്കിലും 28-ന് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ചികിത്സ തേടിയെന്നും പരിശോധനയിൽ വ്യക്തമായി. രോഗിയുടെ പോയ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ നിരീക്ഷിക്കാനും നീക്കമുണ്ട്. അതേസമയം പെരിന്തൽമണ്ണ ആശുപത്രിയിലുള്ള എറണാകുളം ജില്ലക്കാരിയായ സ്റ്റാഫ് നഴ്സും ഐസൊലേഷനിലാണ്. നിരീക്ഷണത്തിൽ കഴിയുന്നവരിൽ 12 പേർ അടുത്ത കുടുംബാംഗങ്ങളാണ്. ഇവരടക്കം 45 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുള്ളതാണ്. വളാഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 3 പേർ, വളാഞ്ചേരിയിലെ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ, പെരിന്തൽമണ്ണ ആശുപത്രിയിൽ 25 പേർ, 2 ലാബുകളിലായി 2 പേർ, ഒരു മെഡിക്കൽസിൽ 2 പേർ എന്നിങ്ങനെ ആകെ 45 പേരാണ് ഹൈറിസ്ക് പട്ടികയിലുള്ളത്. ലോറിസ്ക് വിഭാഗത്തിൽ 4 പേരും നിരീക്ഷണത്തിലുണ്ട്. രോഗിയുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. രോഗനിയന്ത്രണ നടപടികൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലയിൽ ആള് കൂടുന്ന സ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി. അതേസമയം ജില്ലയിൽ കോട്ടക്കുന്നിൽ നടന്നുവരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ എൻ്റെ കേരളം പരിപാടി കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട CMൻ്റെ പ്രോഗ്രാം മാറ്റിയിരുന്നു. അതോടൊപ്പം സ്പോർട്സ് മിനിസ്റ്ററുടെ പരിപാടി മാറ്റി. ഇപ്പോൾ തുടങ്ങിപ്പോയ പരിപാടി അത് പ്രോട്ടോക്കോൾ അനുസരിച്ച് മാസ്ക് ധരിച്ച് നിർബന്ധമായിട്ട് മാസ്ക് ഇല്ലാത്ത ഒരാളും അവിടെ കയറരുത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, അങ്ങനെയുള്ള പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് അവിടെ ആയിരിക്കാം എന്നുള്ളതാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച ഇടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. M5 ന്യൂസ്, മലപ്പുറം.